ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ജി എസ് ടി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? രജിസ്ട്രേഷന് ശേഷം നമ്മുടെ ഓഫീസിനകത്ത് ഉണ്ടാകുന്ന ഇൻവോയ്സുകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻവോയ്സുകൾ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണേ. എത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ, ആഫ്റ്റർ ജി എസ് ടി രജിസ്ട്രേഷൻ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത് എത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അത് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എന്തായിരുന്നു? ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഇൻവോയ്സ് വരെ ആയി അല്ലേ? ഇൻവോയ്സിൽ നിന്ന് നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇവിടെ പറയുന്നത് അണ്ടർ ജി എസ് ടി റൂൾ സെക്ഷൻ 35 പ്രകാരം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടത്. ആൻഡ് ദ തേർഡ് വൺ, നിങ്ങൾ ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര കാലം വരെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ, ദാറ്റ് മീൻസ് ചാപ്റ്റർ നമ്പർ 7 അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ ജി എസ് ടി. മനസ്സിലായി? അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ ജി എസ് ടി നോക്കാം. Okay, as per section 35 subsection 1 of CGST Act 2017, അതായത് സെക്ഷൻ 35 നമുക്ക് ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം പറയുന്നത്. കൂടാതെ നമുക്കൊരു റൂളും കൂടെ പഠിക്കാനുണ്ട്. റൂൾസ് നോക്കാം. നോക്കേ, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് ഓഫ് ദ ഫോളോയിങ്. ഏതിൻ്റെയൊക്കെ വേണം നോക്കി? പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ്, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, ആൻഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്, ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ, എനി അതർ പർട്ടിക്കുലേഴ്സ് ഡീംഡ് നെസസറി. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഏതൊക്കെയായിരുന്നു? പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗിന്റെ അക്കൗണ്ട് വേണം. കൂടാതെ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് ഏതൊക്കെയുണ്ട് എന്ന് കാണിക്കണം. സ്റ്റോക്ക് ഓഫ് ഗുഡ്സിന്റെ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണ് അവൈൽ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കണം. ആൻഡ് ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ് എത്രയാണ് ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്തിരിക്കുന്നത് കാണിക്കണം. എനി അതർ പർട്ടിക്കുലേഴ്സ് ഡീംഡ് നെസസറി. വേറെ ഏതെങ്കിലും പർട്ടിക്കുലേഴ്സ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്കൊരു റൂളും കൂടെ നമ്മളോട് പറയുന്നുണ്ട്. റൂൾ നമ്പർ 56 ഓഫ് CGST റൂൾസ് 2017. മനസ്സിലായി? അതായത് ആ റൂളിനകത്ത് നമ്മളോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് പ്രിപ്പയർ ചെയ്യുമ്പം, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒന്ന്, ഗുഡ്സ് ഓർ സർവീസസ് ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ്. അതായത് ആ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ റൂള് പ്രകാരം ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ട്സുകളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ് ഓർ സർവീസസ് ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ്. ഇമ്പോർട്ടഡ് ഗുഡ്സിനെ കുറിച്ചോ എക്സ്പോർട്ടഡ് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. നോക്കി, സപ്ലൈസ് എക്സ്ട്രാക്ടിംഗ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് along with the relevant documents including invoices, bills of supply, delivery challenge, credit note, debit note, receipt voucher, payment voucher, refund voucher and e-way bills. അതായത് ഇമ്പോർട്ടിന്റെയോ എക്സ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഈ പറഞ്ഞ റിവേഴ്സ് ചാർജ് മെക്കാനിസവുമായിട്ട് കയറി വരികയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടെ വെക്കണം. മനസ്സിലായി? പറയുന്നത് സബ് റൂൾ 1 56(1)നകത്താണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഇമ്പോർട്ടഡ് എക്സ്പോർട്ടിനെ കാണിക്കണം. കൂടാതെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ റിവേഴ്സ് ചാർജ് മെക്കാനിസമായിട്ട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ അതും കൂടെ കാണിക്കണം. ആൻഡ് നോക്കി, സബ് റൂൾ നമ്പർ 2, every registered person other than a person paying tax under section 10. അണ്ടർ സെക്ഷൻ 10 എന്ന് പറയുമ്പോൾ നമ്മൾ കോമ്പോസിഷൻ ലെവി സ്കീം എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? അതായത് ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ GST തീരുമാനിക്കുന്നത്, ടോട്ടൽ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ്. സോ അങ്ങനെയുള്ളവർക്ക് ബാധകമല്ല. അതല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. നോക്കി, ഷാൾ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓഫ് സ്റ്റോക്ക് in respect of goods received and supplied by him, and such account shall contain the particulars of. അതായത് സ്റ്റോക്കുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സിന്റെ സ്റ്റോക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് വേണം, സ്റ്റോക്കിന്റെ റെസിപ്റ്റ് എത്രയാണെന്ന് അറിയണം, സ്റ്റോക്ക് എങ്ങനെയാണ് സപ്ലൈ ചെയ്തിരിക്കണമെന്ന് അറിയണം, ഗുഡ്സ് ലോസ്റ്റ്, സ്റ്റോളൻ ഓർ ഡിസ്ട്രോയിഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് ഈ പറഞ്ഞ പോലെ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ കേടായി പോവുകയോ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. റിട്ടേൺ ഓഫ് or disposed by way of gift, okay, or free samples, the balance of stock including raw material, finished goods, scrap and wastage thereof. മനസ്സിലായി? അതായത് നിങ്ങൾ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നേരത്ത് 56 സബ് റൂൾ 2 പ്രകാരം നമ്മളോട് പറയുന്നത് കണ്ടോ, സ്റ്റോക്കിന്റെ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. മനസ്സിലായി? ഇത് ആർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. It means the above rules
above records not required to maintain by the supplier opting composition levy. കോമ്പോസിഷൻ ലെവി ചൂസ് ചെയ്യുന്ന സപ്ലയർക്ക് ഇത് വേണ്ട. മനസ്സിലായി? അത് എന്തുകൊണ്ടാണെന്ന് കോമ്പോസിഷൻ ലെവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ആർക്കൊക്കെ ഇത് ചൂസ് ചെയ്യണം, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻസ് വേണം, എത്ര ശതമാനമാണ് ടാക്സ് അടക്കേണ്ടത്, എല്ലാം നമുക്ക് കോമ്പോസിഷൻ ലെവി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ. ആൻഡ് സബ് റൂൾ നമ്പർ 3, every registered person shall keep and maintain a separate account of advances received, paid and adjustment made thereto. അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് അഡ്വാൻസ് ടാക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് GSTക്കകത്ത് അഡ്വാൻസ് ടാക്സ് അല്ല, അഡ്വാൻസ് ആയിട്ട് റെസിപ്റ്റ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിച്ചായിരുന്നു. ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പേയ്മെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണം. Okay, and sub rule number 4, every registered person other than person paying tax under section 10, that means composition levy, shall keep and maintain an account containing the details of tax payable, including tax payable in accordance with the provision of subsection 3 and subsection 4 of section 9, tax collected and paid, input tax credit claimed together with the register of tax invoice, credit note, debit notes, delivery challan issued or received during any tax period. അതായത് സബ് റൂൾ 4 പ്രകാരം നമ്മളോട് പറയുന്നത് ടാക്സിന്റെ മാത്രം ഇൻപുട്ട് ടാക്സ് എത്രയാണ്, ഔട്ട്പുട്ട് ടാക്സ് എത്രയാണ്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അങ്ങനെ ടാക്സിന്റെ മാത്രം ഡീറ്റെയിൽസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. മനസ്സിലായി? ആൻഡ് ഇറ്റ് മീൻസ് ദ റെക്കോർഡ്സ് നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ബൈ ദ ഓപ്റ്റിംഗ് കോമ്പോസിഷൻ സ്കീം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെക്ഷൻ 10 പ്രകാരമാണെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അടുത്തത് സബ് റൂൾ 5 പ്രകാരം പറയുന്നത് എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ കീപ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് names and complete address of suppliers from whom he has received the goods or services chargeable to tax under the act. നമ്മൾ ആരിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. names and complete address of the person to whom he has supplied goods or services were required under the provision of this chapter. നമ്മൾ ആർക്കാണോ സപ്ലൈ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. and the complete address of the premises where goods are stored by him, including goods stored during transit along with the particulars of the stock store therein. അതായത് നിങ്ങൾ എവിടെയൊക്കെയാണോ ഗുഡ്സ് എടുത്തു വെക്കുന്നത്, ഇപ്പോൾ സപ്പോസ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. മനസ്സിലായി? സോ സബ് റൂൾ നമ്പർ 5 നമ്മളോട് പറയുന്നത് നമ്മുടെ സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുത്തു വെക്കണം, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് വിത്ത് അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കണം. കൂടാതെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഗുഡ്സോ സ്റ്റോർ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടെ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ. ആൻഡ് സബ് റൂൾ നമ്പർ 6, okay, if any goods are found to be stored at any place other than those declared under sub rule 5 without the cover of any valid document, the proper officer shall determine the amount of tax payable on such goods as if such goods have been supplied by the registered person. ശ്രദ്ധിക്കണേ. അതായത് സബ് റൂൾ 5 നമ്മളോട് പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഗോഡൗണിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ പറയുന്നത് ഇങ്ങനെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ആ പറഞ്ഞ റൂൾസ് പ്രകാരം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത വേറെ ഏതെങ്കിലും പ്ലേസിനകത്താണ് നിങ്ങൾ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ആ ഗുഡ്സുകളെ നമ്മൾ സപ്ലൈ ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ സെയിൽ ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലായി? അതായത് നിങ്ങൾ നിങ്ങളുടെ ഗോഡൗണിനകത്ത് അല്ല ഗുഡ്സ് കൊണ്ടുവെക്കണേ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഗോഡൗൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഗുഡ്സ് കൊണ്ടുവെക്കണേ. ആ സ്ഥലത്തെക്കുറിച്ച് സബ് റൂൾ 5 പ്രകാരം നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്ന അസസിംഗ് ഓഫീസർക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ ഗുഡ്സ് സെയിൽ ചെയ്തതായിട്ട് കണക്കാക്കാം. വേറെ ആരെങ്കിലും സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അത് അങ്ങേരുടെ പ്രോപ്പർട്ടിയാണ് എന്നുള്ള രീതിയിൽ അത് സെയിൽ ചെയ്തതായിട്ട് കണക്കാക്കാം. മനസ്സിലായി? ആൻഡ് സബ് റൂൾ നമ്പർ 7, every registered person shall keep the books of accounts at the principal place of business and books of accounts relating to the additional place of business mentioned in his certificate of registration, and such books of accounts shall include any electric form data stored at electronic devices. അതായത് നോക്കി, shall keep the books of accounts at the principal place of ബിസിനസ്. അതായത് നമ്മളെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് നമ്മൾ ഏതാണോ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ നമ്മുടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അവിടെ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതിനകത്ത് ഏതും കൂടെ കയറി വരും, ഇലക്ട്രോണിക് ഡിവൈസും കൂടെ കയറി വരും. മനസ്സിലായി? ആൻഡ് നെക്സ്റ്റ് വൺ, സബ് റൂൾ നമ്പർ 8, any entry in register accounts and documents shall not be erased, okay, effaced or overwritten, and all incorrect entries otherwise than those of clerical nature shall be scored out under an attestation, and thereafter the correct entry shall be recorded, and where the registers and other documents are maintained electronically, a log of every entry edited or deleted shall be maintained. അതായത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന മായ്ക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്.
മനസ്സിലായി? അതായത് വെട്ടിക്കളയാനോ മായ്ക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഏതെങ്കിലും തരത്തിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എമൗണ്ട് എഴുതി തെറ്റിപ്പോയെന്ന് വിചാരിക്കുക, അത് നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, അതായത് അതിൻ്റെ തെറ്റ് തിരുത്താം. പക്ഷെ അതിന് മുമ്പ് പ്രോപ്പറായിട്ട് ഒന്ന് അറ്റസ്റ്റ് ചെയ്യണം. മനസ്സിലായി? നമ്മൾ ഈ ചെക്കുകളൊക്കെ തെറ്റുവാണെങ്കിൽ അറ്റസ്റ്റ് ചെയ്യാറില്ലേ, അതേപോലെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഒരു കാരണവശാലും ഒന്ന് മായ്ക്കാനോ വെട്ടിക്കളയാനോ പാടില്ല. ക്ലറിക്കൽ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് തെറ്റ് തിരുത്തിയതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് അറ്റസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇലക്ട്രോണിക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ ആ ഇലക്ട്രോണിക് ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതിന് വേണ്ടി മാത്രം ഒരു ലോഗ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രാം തീയതി ഇത്ര, അല്ലെങ്കിൽ ഈ എമൗണ്ട് മാറ്റി ഇന്നതാക്കി എന്ന് പറഞ്ഞ് നിങ്ങളൊരു നമ്മുടെ ഒരു ലോഗ് ബുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായല്ലോ? And sub rule number 9, each volume of books of accounts maintained manually by the registered person shall be serially numbered. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഉണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടോ, ആ എല്ലാ ബുക്സിനും സീരിയലി നമ്പർ ഉണ്ട്. ഓക്കെ, ആ ബുക്സിന് നമ്പർ ഉണ്ട്. ആൻഡ് നമ്പർ 10, unless provided otherwise, if any documents register or any books of accounts belonging to a registered person are found at any premises other than those mentioned in the certificate of registration, they shall be presumed to be maintained by the said registered person. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ തന്നെയാണ് നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിനകത്തല്ല കൊണ്ടുവച്ചിരിക്കുന്നത്, വേറെ എവിടെയെങ്കിലും ആണ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. സോ എന്തെങ്കിലും സാഹചര്യത്തിൽ അത് റൈഡ് ചെയ്ത് പിടിക്കുകയോ കാര്യങ്ങൾ ചെയ്യുന്ന നേരത്തെ ഈ പുള്ളിക്കാരൻ പറയാണ്, അയ്യോ ഇത് എൻ്റെ ബുക്കല്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ കാര്യവുമില്ല. മനസ്സിലായി? ഈ രജിസ്റ്റേർഡ് പേഴ്സന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളാണെങ്കിൽ അത് അങ്ങേരുടെ തന്നെയായിട്ട് കണക്കാക്കും. ഓക്കെ, ആൻഡ് റൂൾ നമ്പർ 11, എവറി ഏജന്റ് റെഫർ ടു ക്ലോസ് 5 ഓഫ് സെക്ഷൻ 2 ഷാൾ മെയിൻറ്റെയിൻ അക്കൗണ്ട്. അതായത് ഈ ഏജന്റ് പ്രിൻസിപ്പൾ, മനസ്സിലായി, ആ രീതിയിൽ ബിസിനസ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ ഒരു പ്രിൻസിപ്പൾ ആണ്, ഞാനാണ് നിങ്ങൾക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കി, the particulars of authorization received by him from each principal to receive or supply of goods or services on behalf of such a principal separately. And second one, particulars including description, value and quantity of goods or services received on behalf of every principal. മനസ്സിലായല്ലോ? അതായത് ഈ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് സ്വീകരിക്കുന്നതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, പർട്ടിക്കുലേഴ്സ് ഇൻക്ലൂഡിംഗ് ഡിസ്ക്രിപ്ഷൻ, വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈഡ് ഓൺ ബിഹാഫ് ഓഫ് എവറി പ്രിൻസിപ്പൽ. ദാറ്റ് മീൻസ് ആ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. അതായത് പ്രിൻസിപ്പൾ ഏതൊക്കെ തരത്തിലുള്ള ഓതറൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ഈ പറയുന്ന പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട്സ് ഫർണിഷ് ടു എവറി പ്രിൻസിപ്പൾ. ദാറ്റ് മീൻസ് ആ പറയുന്ന പ്രിൻസിപ്പളായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ടാക്സ് പെയ്ഡ് ഓൺ receipt or on supply of goods or services affected on behalf of every principal. That means ആ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ടാക്സ്, ആ ടാക്സ് എമൗണ്ട് എത്രയാണോ അത്രയും കൂടെ മെൻഷൻ ചെയ്യണം. മനസ്സിലായല്ലോ? സോ പ്രിൻസിപ്പൽ ടു ഏജന്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഏജന്റ് നിർബന്ധമായിട്ടും ഈ പറയുന്ന ഓതറൈസേഷൻ കാണിച്ചിരിക്കണം. കൂടാതെ ഏതൊക്കെയാണ് സപ്ലൈസ് ആർക്ക് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പളിന് വേണ്ടി സ്വീകരിക്കുന്നത്, ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്ലൈ നടത്തുന്നത്, അതിന്റെ ടാക്സ് എന്താണ്, ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. Okay, and sub rule number 12, every registered person manufacturing goods shall maintain monthly production accounts. Okay, okay, manufacturing supplier ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് മാനുഫാക്ചറിംഗ് ബിസിനസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, maintain a monthly production account showing quantitative details of raw material or services used in the manufacture and quantitative details of the goods so manufactured including the waste and the byproduct thereof. ദാറ്റ് മീൻസ് എത്ര ക്വാണ്ടിറ്റി ആണ് റോ മെറ്റീരിയൽസ് നിങ്ങൾ വാങ്ങിച്ചതെന്നും എത്ര ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ആണ് നിങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയതെന്നും അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ആണ് നമ്മുടെ വേസ്റ്റ് ആയിട്ടോ ബൈ പ്രോഡക്റ്റ് ആയിട്ടോ പോയതെന്നും എന്നുള്ളതിന്റെ മന്ത്ലി ഡീറ്റെയിൽസ് കാണിക്കണം. ഓരോ മാസത്തെയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം. എത്രത്തോളമാണ് റോ മെറ്റീരിയൽ വാങ്ങിച്ചതെന്നും എത്രത്തോളമാണ് ഈ പറയുന്ന പോലെ ഫിനിഷ്ഡ് ഗുഡ്സോ വേസ്റ്റോ ആയിട്ട് പോയിരിക്കുന്നത് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് കാണിക്കണം. ആൻഡ് നമ്പർ 13, every registered person supplying services shall maintain accounts showing the quantitative details of goods used in the provision of services, details of input service utilized and service supplied. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഗുഡ്സിന്റെ കേസ് അല്ല പറയുന്നത്, സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കേസാണ്. നോക്കേ, സർവീസ് ആണെങ്കിൽ സപ്ലൈയിങ് സർവീസ് ആണെങ്കിൽ ഷാൾ മെയിൻറ്റെയിൻ ദ അക്കൗണ്ട് ഷോയിങ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് യൂസ്ഡ്. അതായത് ആ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ്, ഡീറ്റെയിൽ ഓഫ് ഇൻപുട്ട് സർവീസസ്, മനസ്സിലായോ, ആൻഡ് ദ സർവീസ് സപ്ലൈഡ്.
Okay, and 14, every registered person executing works contract shall keep separate accounts for works contract. അതായത് വർക്ക്സ് കോൺട്രാക്റ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നോക്കേ ഏതൊക്കെ വേണം? നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ദ വർക്ക്സ് കോൺട്രാക്ട് ഈസ് എക്സിക്യൂട്ടഡ്. ആർക്ക് വേണ്ടിയിട്ടാണോ വർക്ക്സ് കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കാണിക്കണം. ഡിസ്ക്രിപ്ഷൻ, വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് റിസീവ്ഡ് ഫോർ ദ എക്സിക്യൂഷൻസ് ഓഫ് വർക്ക് കോൺട്രാക്ട്. അതായത് ഈ വർക്ക് കോൺട്രാക്ട് നടത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഗുഡ്സ് ആണ്, അതിന്റെ വാല്യൂ എത്രയുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ആൻഡ് ഡിസ്ക്രിപ്ഷൻ, വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക് കോൺട്രാക്ട്. ഓക്കെ, അതായത് അതിൽ എത്രത്തോളമാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ഡീറ്റെയിൽ ഓഫ് പേയ്മെന്റ് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് വർക്ക് കോൺട്രാക്ട്. എന്താ ആ ഓരോ വർക്ക്സ് കോൺട്രാക്റ്റിൽ നിന്നും എത്രയാണ് പേയ്മെന്റ് കിട്ടിയിരിക്കുന്നതെന്ന് കാണിക്കണം. ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് സപ്ലയേഴ്സ് ഫ്രം ഹൂം ഹി റിസീവ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആരിൽ നിന്നാണോ നമ്മൾ ഈ പറയുന്ന ഗുഡ്സോ സർവീസസോ വാങ്ങിക്കുന്നത്, ആരാ ഈ വർക്ക് കോൺട്രാക്ടർ ആരിൽ നിന്നാണോ ഗുഡ്സോ സർവീസോ വാങ്ങിക്കുന്നത് അതിന്റെ അല്ലെങ്കിൽ അവരുടെ നെയിമും അഡ്രസ്സും കാണിക്കണം. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, rule number 15, the records under the provision of this chapter may be maintained in electronic form and records so maintained shall be authenticated by means of a digital signature. അതായത് ഈ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ്സുകളെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്കലി എടുത്തു വെക്കാം, പക്ഷേ എന്ത് വേണമെന്ന് മാത്രം, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടെ വേണമെന്ന് മാത്രം. മനസ്സിലായി? ആൻഡ് 16, accounts maintained by the registered person together with all invoices, bill of supply, credit and debit note and delivery challans relating to the stock, deliveries, inward supply and outward supply shall be perceived for the period as provided in section 36 and shall, where such accounts and documents are maintained manually, be kept at every related place of business mentioned in the certificate of registration and shall be accessible at every related place of business where such accounts and documents are maintained digitally. ഓക്കെ, ഓക്കെ, ഇതേ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഈ പറയുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം സെക്ഷൻ 36 പറഞ്ഞിരിക്കുന്ന അത്രയും കാലാവധിക്ക് എടുത്തു വെക്കണം. അത് നമുക്ക് അടുത്ത 36 ആണ് പഠിക്കാൻ പോണേ, അത് നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. കൂടാതെ അത് ഏത് പ്ലേസിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് കാണിച്ചിരിക്കുന്ന പ്ലേസ് എവിടെയാണോ ആ പ്ലേസിനകത്ത് നമ്മൾ കാണിക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? ആൻഡ് 17, any person having custody over the goods in the capacity of a carrier or a clearing and forwarding agent for delivery or dispatch thereof to a recipient on behalf of every registered person shall maintain a true and correct records in respect of such goods handled by him on behalf of such registered person and shall produce the details thereof and when required by the proper officer. ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വേറെ ആർക്കെങ്കിലും ആണ് നിങ്ങൾക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ അതിന്റെ എന്താ പറഞ്ഞിരിക്കണേ, ഏജന്റ് ഫോർ ഡെലിവറി ഓർ ഡിസ്പാച്ച് ദെയറോഫ് ടു എ റെസിപ്പിയന്റ് ഓൺ ബിഹാഫ് ഓഫ് എവരി രജിസ്റ്റേർഡ് പേഴ്സൺ. മനസ്സിലായി? രജിസ്റ്റേർഡ് പേഴ്സണ് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ഷാൾ മെയിൻറ്റെയിൻ എ ട്രൂ ആൻഡ് കറക്റ്റ് റെക്കോർഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഗുഡ്സ് ഹാൻഡിൽഡ് ബൈ ഹിം. മനസ്സിലായി? ആരാണോ ആ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്നത് അവർ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ആര് ചോദിക്കുവാണെങ്കിൽ, അസസിംഗ് ഓഫീസർ ചോദിക്കുവാണെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. ആൻഡ് നമ്പർ 18, every registered person shall on demand produce the books of accounts which he is required to maintain under any law for the time being in force. That means ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ഏതെങ്കിലും നിയമത്തിന്റെ കീഴിൽ ആരെങ്കിലും വന്ന് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? ഹാജരാക്കിയേ പറ്റൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് നമുക്കുള്ളത്. നോക്കാം. നോക്കി, Subrule 1A has been inserted in rule number 58. Records to be maintained by the owner or operator of a godown or warehouse and the transporters, so that the transporter who is registered in more than one state or union territory having the same PAN can apply for unique common enrollment number by submitting the detail in form GST ENR 02 using any of his GST IN. അതായത് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടർ ആണ്, അങ്ങേർക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിനകത്ത് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങേരുടെ GST IN വെച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു GST ENR 02 എന്ന് പറയുന്ന ഫോമിനകത്ത് ഒരു കോമൺ എൻറോൾമെന്റ് നമ്പറിന് അപേക്ഷിക്കാം. Once he is received this enroll number, he cannot use GST IN for the purpose of any liability. മനസ്സിലായി? അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിനകത്ത് ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ഉണ്ടെങ്കിൽ അങ്ങേർക്ക് ഈ രണ്ട് സ്ഥലങ്ങളിലും സെപ്പറേറ്റ് ആയിട്ട് GST എടുക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു GST നമ്പർ വെച്ചിട്ട് ഒരു കോമൺ എൻറോൾമെന്റ് നമ്പർ എടുക്കുക. എന്നിട്ട് പറയുന്നത് ഭാവിയിലുള്ള എല്ലാ ലയബിലിറ്റിയുടെ കാര്യത്തിനകത്തും ഏത് നമ്പർ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്? ഈ പറഞ്ഞിരിക്കുന്ന എൻറോൾമെന്റ് നമ്പർ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ഗുഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് തമിഴ്നാടിലും ഇവിടെ 2 സ്ഥലത്തും ഈ പറഞ്ഞ രജിസ്റ്റേർഡ് ഓഫീസും അല്ലെങ്കിൽ 2 സ്ഥാപനങ്ങളുണ്ടെന്ന് വിചാരിക്കുക. സോ അവർക്കുള്ള ഒരു ബെനിഫിറ്റ് ആണത്. അവർക്ക് ഈ പറയുന്ന 2 സ്ഥലങ്ങളിലും GST നമ്പർ എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു GST നമ്പർ വെച്ചിട്ട് ഒരു കോമൺ എൻറോൾമെന്റ് നമ്പർ എടുക്കാം. മനസ്സിലായോ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ അടുത്തത്, ക്ലാരിഫിക്കേഷൻ ഓഫ് ഇ-വേ ബിൽ ഇൻ കേസ് ഓഫ് സ്റ്റോറിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ഗോഡൌൺ ഓർ ട്രാൻസ്പോർട്ട്. അതായത് ഇ-വേ ബില്ലിന്റെ കേസാണ് നമ്മളോട് പറയണേ. നമുക്കതൊരു ഒരു 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 ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്താണ് ഇ-വേ ബിൽ, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ എന്നൊക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റിനെ കുറിച്ചാണ്. കമ്പൽസറി ഓഡിറ്റ് എന്താണ്, എപ്പോഴാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര നാൾ എടുത്തു വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.